നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ രാജ്യം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് രാജ്യത്തിനോട് വേണമെങ്കിലും നമുക്ക് എത്തിപ്പറ്റാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടുത്തുള്ള ജനങ്ങളുടെ മനസ്സുണ്ടെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ പോലും ഉണ്ടെങ്കിൽ നമ്മളെ നാടിനെ പറ്റിയൊന്നും ആൾക്കാർ ചിന്തിക്കത്തേയില്ല. അവരുടെ മതത്തെ പറ്റി അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ കർണാടകയിൽ നടന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു UP സ്കൂളിലാണ്. അവിടുത്തെ സ്കൂളിലെ വാട്ടർ ടാങ്കിലുണ്ടെങ്കിൽ ഒരുത്തവന്മാർ ഇതേ കണക്കുണ്ടെങ്കിൽ വിഷം കലക്കിയിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് അതൊരു മുസ്ലിമാണ്. സോ അതുകൊണ്ട് തന്നെ അയാളെ ഇറക്കാൻ വേണ്ടി പല വഴിയും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതേ കണക്കുള്ള ഒരു ഐഡിയ ചെയ്തത്. അതും അവിടുത്തെ ഒരു കുട്ടിയെ തന്നെ ഇതേ കണക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടായി വാങ്ങിച്ച് കൊടുക്കാം, ഈ പോയിസൺ ഉണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. വളർന്ന മൂത്ത ഇതേ കണക്കത്തുള്ള ആൾക്കാരാണ് കുട്ടികൾക്ക് മാതൃകയാവേണ്ടത്. പക്ഷെ അവർ പോലും ഇത്ര നീചമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു ഹെഡ് മാസ്റ്റർ 10 വർഷമായിട്ടേ അവിടെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെയാണ്, മുസ്ലിമായുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ അത് എവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എവരുടെ ആൾക്കാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. എവനെ പുറത്തുള്ളവന്മാരാണ് നമ്മളെ നാടിന് ഏറ്റവും വലിയൊരു ശാപമെന്ന് തന്നെ പറയുന്നത്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.